അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, പി വി അൻവറിന്റെ പുതിയ നീക്കത്തെ എങ്ങനെയാണ് CPM കാണുന്നത്? എങ്ങനെയായാലും UDF-ലേക്കല്ലേ എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ആത്മഹത്യാപരമായ നീക്കം എന്നാണ് AK ബാലൻ വിശേഷിപ്പിച്ചത്. രണ്ടും ശരിയാണ്. ഈ ഘട്ടത്തിൽ UDF-ലേക്ക് പോകാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം ആത്മഹത്യാതരം തന്നെയാണ്. ഈ ചർച്ചയുടെ ഹെഡിങ് എന്ന രൂപത്തിൽ ഈ ട്രിക്ക് ക്ലിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യില്ല. ഈ ട്രിക്ക് അമ്പേ പരാജയപ്പെടും എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. LDF-ന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ മാന്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലതുപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും അദ്ദേഹത്തെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ തുടർച്ചയായി നിയമസഭയിൽ ഹാജരാകാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് വലതുപക്ഷം ഉന്നയിച്ചത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അടക്കം ഉന്നയിച്ചത്. അതുപോലെ തന്നെ തടയണ കെട്ടി അത് പൊളിക്കാൻ സമ്മതിക്കാതെ വരുന്നത്, ആദിവാസികൾക്ക് ഉള്ള ഭൂമി വിതരണത്തിൽ തടസ്സപ്പെടുത്തി, ഭൂമി കയ്യേറി, അതുപോലെ അവർക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തി, നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു. ആ സമയത്തെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും അദ്ദേഹത്തെ ആക്രമിക്കാനും തകർക്കാനുമുള്ള നീക്കത്തെയെല്ലാം അതിശക്തമായി ചെറുക്കാൻ ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ കുറച്ചു കാലം പുറകിലേക്ക് നോക്കിയാൽ മതി. പിന്നീട് ഓഗസ്റ്റ് മാസം 20-നാണ് അദ്ദേഹം ആദ്യ ആരോപണവുമായിട്ട് മലപ്പുറം SP-ക്കെതിരെ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. പിന്നെ തുടർച്ച IPS അസോസിയേഷൻ അതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. സുജിത് ദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. അതുപോലെ തന്നെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നു. പിന്നെ 175 ദിവസം തുടർച്ചയായി ആരോപണം, പ്രത്യാക്രമണങ്ങൾ, അതുപോലെ തന്നെ അതിന് മറുപടി. അതിനിടയിൽ കോൺഗ്രസിൽ ചേരാൻ ശ്രമിക്കുന്നു, ലീഗിൽ പിണറായിയോട് പറയുന്നു, പാർട്ടിയോട് പറയുന്നു, പാർട്ടി സെക്രട്ടറി പറയുന്നു. ഗൗരവത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അല്ല, ഞാൻ പറയാം, എനിക്കറിയാലോ പറയാൻ. 10-17 മിനിറ്റ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ അടക്കം കേട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഏത് വരിയും അതുപോലെ തന്നെ ഏത് നിരയിലും പറയണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം EN മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ വിരുദ്ധമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തോട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കും. അതുപോലെ അദ്ദേഹത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് അന്വേഷണം നടത്തുകയാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കരുതെന്ന് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി അദ്ദേഹം സെക്രട്ടേറിയറ്റ് തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇനി അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കില്ല, ഗവൺമെന്റ് സംവിധാനം അന്വേഷിക്കട്ടെ, പാർട്ടിയുടെ മുന്നിൽ കിട്ടുന്ന പരാതി പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചതാണ്. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വരണം, ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം 2-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരും, നമുക്ക് അതിനുശേഷം നേരിട്ട് കാണാം, സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞയാള് 2 ദിവസം മുമ്പേ തന്നെ നിരവധി ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം ഉന്നയിച്ച ഏത് ആരോപണങ്ങളാണ് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നത്? വസ്തുതാപരമായി അദ്ദേഹം ഉന്നയിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യത്തിന് ഏത് കാര്യത്തിനാണ് അദ്ദേഹം തെളിവ് ഹാജരാക്കിയത്? അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ തിരിച്ചയച്ചിരിക്കുകയാണ്. ഒന്നുകൂടി പരിശോധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴോ ഞാൻ ചോദിക്കാം, അതിലേക്ക് വരാമെന്ന്. മലപ്പുറം SP-യുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരം മുറിച്ചതിൽ തുടങ്ങിയതല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ അനുമതിയോടെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് ഏത് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വന്നാലും പ്രഥമ ദൃഷ്ട്യാ അന്വേഷണം നടത്തി തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റ് ജീവനക്കാരനെതിരെ, പ്രത്യേകിച്ച് പദവികൾ വഹിക്കുന്ന ആളുകൾ, ആ സർവീസ് റൂൾ അനുസരിച്ച് പോകാൻ കഴിയൂ എന്ന് നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമല്ലേ? അതനുസരിച്ചിട്ടല്ലേ ഗവൺമെന്റ് മുന്നോട്ട് പോയത്? അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം, അദ്ദേഹം തന്നെ വിളിച്ച് നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ലീക്കേജ് വന്നു. ആ ഉദ്യോഗസ്ഥനെതിരെ അന്ന് തന്നെ നടപടിയെടുത്തില്ലേ? ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അന്വേഷണം നടത്തി അതിന്റെ ഭാഗമായിട്ട് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പാർട്ടിയുടെ മുന്നിൽ വന്ന പരാതി പരിശോധിക്കാൻ പാർട്ടി അദ്ദേഹത്തെ തന്നെ വിളിച്ചു വരുത്തി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരാതെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ നിരവധി ഉന്നയിച്ചു. എന്നിട്ട് പറഞ്ഞു, ചില MLA-മാർ ഇടതുപക്ഷത്തുനിന്ന് എന്റെ കൂടെ വരാൻ പോകുന്നു. ഏത് MLA പോയേ? അതിനുശേഷം നിലമ്പൂരിലെ CPM പ്രവർത്തകർ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ എൻ്റെ ഒപ്പം വരാൻ പോകുന്നു. ഒരാൾ പോയോ? ഏതെങ്കിലും CPM-ന്റെ ഒരംഗം അദ്ദേഹത്തിന്റെ കൂടെ പോയോ?
ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഒരാൾ പോലും പോയില്ല. അതിനുശേഷം സ്വന്തം ആളെ കൂട്ടാൻ കുടുംബത്തിലെ ആളുകളെയും സിനിമാ പിന്നണി പ്രവർത്തകരെയും എല്ലാം കൊണ്ടുവന്നത് നമുക്ക് കണ്ടില്ലേ? ഗുരുവായൂർ അമ്പലനടയിലെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ട്, ആ സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ഈ സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഈ പരിപാടി എന്തെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് ആ പിന്നണി ഗായകർ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? അതിനുശേഷം പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വന്നു. രണ്ടിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തി ബാർഗെയിൻ ചെയ്തു. ഒരു കാരണവശാലും ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം പാലക്കാട്ടെ സ്ഥാനാർത്ഥി അദ്ദേഹം പിൻവലിച്ചു. UDF-ഉമായി പരസ്യമായിട്ടുള്ള ഡീലുണ്ടായി. ചേലക്കരയിൽ മത്സരിച്ചു. എത്ര വോട്ട് പിടിച്ചു എന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ? പിന്നീട് UDF-ഉമായി പരസ്യമായി വിലപേശിയില്ലേ? കോൺഗ്രസ് ആയിട്ട്, ലീഗായിട്ട് അതിന്റെ മാപ്പ് പറഞ്ഞു, മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് അങ്ങ് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിക്കില്ല, ഒരു കാരണവശാലും MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴേ MLA സ്ഥാനം ഫസ്റ്റ് ആരോപണം തുടങ്ങി 175-ാം ദിവസം MLA സ്ഥാനം രാജിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആ മണ്ഡലത്തെ ചെന്നെത്തിയിരിക്കുന്നു. എന്താണ് കാരണം? അവിടുത്തെ ഇത്രയും സാമ്പത്തിക ബാധ്യത വരുന്ന ജനങ്ങളെ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് അതിന്റെ പിന്നിലുള്ളത്? എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യമുണ്ടോ? VD സതീശനെതിരെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. ആ അഴിമതി ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിഞ്ഞ് മാപ്പ് പറഞ്ഞു പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും ആരോപണം. ശ്രീ P ശശിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. 3 ക്രിമിനൽ കേസാണ് ഇപ്പോൾ P ശശി ഇതേ PV അൻവറിനെതിരെ ഈ കണ്ണൂരിലെയും തലശ്ശേരിയിലെയും കോടതിയിൽ അടക്കം ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമപരമായിട്ട് പോട്ടെ, ഏതെങ്കിലും ഇന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുത ഹാജരാക്കണ്ടേ? അതുപോലെ പാലക്കാട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഗാന്ധി എന്ന പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത 4-കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഞാനല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന സകല മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടാകുമോ? നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരാള് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ കോൺഗ്രസിനോട് പോയി വിലപേശുകയാണ്, ആ UDF-നോട് പോയി വിലപേശുകയാണ്. ഇന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നല്ലേ ഇപ്പൊ മാറ്റി ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്? രാവിലെ എന്താ പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് അധികാരം? അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇദ്ദേഹത്തിന് എന്തോ ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഇല്ലാത്ത നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് താൻ വലിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഏജന്റാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന് MLA സ്ഥാനം വരെ രാജിവെച്ച് ഓടി ഒളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.